താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ എന്താണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം ജയൻ. നമസ്കാരം. എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. ഒരുപാട് നല്ല മോഹന വാഗ്ദാനങ്ങൾ ഒക്കെ കാണും. പക്ഷെ ഈ 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കറണ്ട് ചാർജ് തന്നെ അടയ്ക്കുന്നത് 2500 രൂപയാ. അന്നേരം ബാക്കി കാര്യങ്ങളോ അപ്പൊ അത് ശരിയായ ഒരു രീതിയല്ല. ഈ 2500 രൂപ വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടി വരുന്ന വീടുകളും 250-300 രൂപയും വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന വീടുകളും ഒക്കെ ഉണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളുടെ വീടുകളിലും സാധാരണഗതിയിൽ 1000 രൂപയൊക്കെ നിൽക്കുന്ന കറണ്ട് ചാർജാണ് അടച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ പെൻഷനൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ല കിരണേ, അതിലൊരു പ്രശ്നമുണ്ട്. ഞങ്ങള് വീട് കുറച്ച് മുറിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒന്നിൽ ഹാളിൽ ഇരുന്ന് TV കാണും, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ബെഡ്റൂമിൽ കിടക്കും. ഈ സമയത്ത് മാത്രമേ ഞങ്ങൾ ഈ സാധനം മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഈ 2500 രൂപ 2 മാസമാണ് 2500 രൂപ കറണ്ട് ചാർജ് വരുന്നത്? അതെ 2500 രൂപ. എല്ലാ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ വളരെ കുറച്ച് 2 പേർ മാത്രം ഫാൻ മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ലൈറ്റ് മാത്രം ഇട്ട് വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യുതി ചിലവാക്കുന്ന AC-യോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ചിലവാകുന്ന മറ്റേതെങ്കിലും ഉപകരണങ്ങളൊക്കെ വീട്ടിൽ വേണം. അല്ലെങ്കിൽ ഇത്ര വലിയ തുകയാവാൻ വഴിയില്ല. അന്നേരം അതിപ്പം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഓക്കെ പോട്ടെ, സാരമില്ല. പിന്നെ രണ്ടാമത് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഈ വിലക്കയറ്റം എന്തുവാ? ഒരു ലിറ്റർ എണ്ണ മേടിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഹസ്ബൻഡ് പോയി 1 ലിറ്റർ എണ്ണ മേടിച്ചോണ്ട് വന്നു. എത്രയായിരുന്നു ചേട്ടാ? 450. തേങ്ങയ്ക്ക് എന്നാ വില? 78 രൂപ. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ പോലുള്ള പാവത്തുങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ശരി, ശ്രീമതി ജയയുടെ അഭിപ്രായം മാനിക്കുന്നു. ശ്രീ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് എന്താണ് ഈ ബഡ്ജറ്റിൽ നിന്നുള്ള പ്രതീക്ഷ? ഈ ബഡ്ജറ്റില് ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള വാഗ്ദാനം പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ ഈ നെൽകർഷകർക്കും റബ്ബർ തൊഴിലാളികൾക്കും പിന്നെ അതുപോലെ ഈ ക്ഷേമ നിധികളിൽ കുടിശ്ശികയുള്ള പണങ്ങളിലും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ട്. അത് കൊടുത്തു തീർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പറയുന്നത് സാമ്പത്തികം പലപ്പോഴും ഉണ്ടായത് കൊണ്ടല്ല, അത് ഇങ്ങനെ പോലെ ചെയ്യണമെന്ന് ധനമന്ത്രിയോട് പറയാണ് മുഖ്യമന്ത്രി. അപ്പം ധനമന്ത്രി അതിനുള്ള സോഴ്സ് കണ്ടെത്തുകയാണ്. അതാണ് ഈ ഗവൺമെന്റും മറ്റുള്ള ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് ധനമന്ത്രി അതിൽ വ്യക്തമായിട്ട് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടാത്തൊരു ധനമന്ത്രിയാണ് നമ്മുടെ ധനമന്ത്രി മറ്റുള്ളവരായിട്ട് ഒരു കടിപിടി കൂടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനൊന്നും പോവാതെ സ്വന്തം ജോലിയിൽ കർത്തവ്യനിരതനായി ഇരിക്കുന്നതുകൊണ്ടാണ്, അത്രയും അറിവുള്ളതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ ഒരു രാഷ്ട്രീയം പറയല്ല, ഈ ഗവൺമെന്റ് എത്രയും നന്നായിട്ട് കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ചെയ്യും. തുടർഭരണം കിട്ടും എന്ന് തന്നെയാണ്. തുടർഭരണം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ കവലയിലൊക്കെ സംസാരം മറ്റു പാർട്ടിക്കാർ വരെ, അത് UDF LDF അല്ലാത്തവരെ വരെ സാറിനൊരു സർവേ നടത്തി നോക്കിയാൽ മനസ്സിലാവും. ഏത് കവലയിലും പോയിട്ട് ഒരു സർവേ നടത്തി നോക്കിയാൽ നമ്മളൊരു ചായ കുടിക്കാൻ കടയിൽ കയറിയ ആളുകൾ പറയുന്നത് ഇനി ഇപ്പം സർക്കാർ മാറിയ പെൻഷൻ കിട്ടുമ്പോ എന്ന് പലർക്കും സംശയമാണ്. കിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പറയുന്നത്. സാർ അതിനെക്കുറിച്ച് സർവേ നടത്തണമെന്ന് എനിക്ക് 2-3 ചായക്കടയിലെ അനുഭവം തീരുമാനിക്കട്ടെ. താങ്കൾക്ക് താങ്കളുടേതായ അഭിപ്രായം, മറിച്ച അഭിപ്രായമുള്ളവരും അനുകൂലിച്ച അഭിപ്രായമുള്ളവരും ഒക്കെ എന്തായാലും സാധാരണക്കാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എന്താണ് ഈ താങ്കളുടെ പാർട്ടിയുടെ സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് നാളെ പ്രഖ്യാപിക്കുകയാണ് ധനമന്ത്രി ബാലഗോപാൽ. അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം. താങ്കളുടെ ഈ 2ാം വരവിൽ ഞാൻ ഇതുവരെ സംസാരിച്ചില്ല, ഇന്നാദ്യ. ശരി, ഞാൻ വിചാരിച്ചു എന്താണ് കാണുന്നില്ലല്ലോ എന്ന്. അല്ല, വിളിച്ചിട്ട് കിട്ടണ്ടേ? നമ്മൾ 1 മണിക്കൂർ ട്രൈ ചെയ്യും. ശരി, ഓക്കെ. കിട്ടുന്ന വളരെ ചുരുക്കാ. പല പ്രാവശ്യം റിങ് അടിക്കും, പക്ഷെ എടുക്കില്ല. നമ്മളെ 4 പേരുടെ വരെ എടുത്തു വെക്കും. 4 പേരുടെ അടുത്ത് ഓരോരുത്തരെ സമയത്ത് വരുന്ന ആളിനെ എടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇല്ല, അവിടുത്തെ സിസ്റ്റമൊക്കെ എനിക്കറിയാം. എനിക്ക് പരാതിയൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ശരി, പറഞ്ഞോളൂ. നമ്മുടെ ഈ ബജറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ 2016 ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടാണ് അന്ന് വോട്ട് പിടിച്ചത്, അധികാരത്തിൽ വന്നത്.
അതിലേതാണ്ട് 95% കാര്യങ്ങൾ ചെയ്തു എന്ന് അവർ അതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും കൊടുത്തിട്ടാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു 900 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയായിട്ട് പിന്നെ ജനങ്ങളെ വോട്ടിന് വേണ്ടി സമീപിച്ചത്. അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകടന പത്രിക കാര്യങ്ങളിലോട് ഒരു മുഖം തിരിഞ്ഞ സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിനെന്ന് ഇതുവരെയായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഇതിനിടയ്ക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ വരാൻ പോകുന്ന ബജറ്റിനെ കാണേണ്ടത്. ബജറ്റ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും ഒന്നൊന്നായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ബജറ്റിൽ പറഞ്ഞാൽ പോലും അവിചാരിതമായ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് കോവിഡ്, പ്രളയം, വയനാട്ടിലെ പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാം. അതിന്റെ കൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥയും കൂടെ വരും. ഇതെല്ലാം കൂടെ സമ്മർദ്ദത്തിലാവുമ്പോൾ സർക്കാർ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങളോ കുറവുകളോ വരുത്തിയിട്ടുണ്ടാവാം. എങ്കിലും സമീപനം പോസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പൊ വരാൻ പോകുന്ന ബജറ്റ് എന്ന് പറയുന്നതും തീർച്ചയായും ജനകീയമായിരിക്കും, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബജറ്റും ആയിരിക്കും. ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരാൾ പറയുന്നത് കേട്ടു, ഈ ബജറ്റിൽ പറഞ്ഞ പെൻഷൻ കൂട്ടി കഴിഞ്ഞാൽ അടുത്ത സർക്കാരിന്റെ മേൽ കയറ്റി വെക്കുന്നത് ഒരു ലോഡായിരിക്കില്ലെന്ന് ചോദിച്ചു. ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. അടുത്ത സർക്കാരും ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും ഇപ്പോഴത്തെ സർക്കാരിന് ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ശ്രീമതി ജയ പറഞ്ഞു കറണ്ട് ബില്ല് വളരെ കൂടുതലാണെന്ന്, 2500 രൂപ. എനിക്ക് 2500 ഒന്നുമില്ല, അതിന്റെ പകുതി പോലും ഇല്ല. അതുകൊണ്ട് ശ്രീമതി ജയയോട് പറയാനുള്ള ശ്രീമതി ജയ നമ്മുടെ എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ആ രീതിയിലൊരു പരിചയമുണ്ട്. അതുകൊണ്ട് എനിക്ക് കാര്യം പറയാനുള്ളത്, അവര് നമ്മുടെ ആ ഇലക്ട്രിസിറ്റി ബില്ലില് എത്ര യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിച്ചതെന്ന് കാണിക്കുന്നുണ്ടാവും. അതും കൂടെ പരിശോധിച്ചിട്ട് വേണം അത് ശരിയാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞതിനകത്തെ പെശക് മനസ്സിലാവും. അതുകൊണ്ട് ജനകീയമായ ഒരു ബജറ്റ് പ്രതീക്ഷിക്കാം. നല്ല ബജറ്റ് ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷയൊന്നും കൈവിടേണ്ട കാര്യമില്ല. അതാണ് പറയാനുള്ളത്. ശരി, ഓക്കെ. ഓരോരുത്തരുടെയും വീട്ടിലെ കറണ്ടിൻ്റെ ചിലവ് പല തരത്തിലായിരിക്കും. അത് ഒരാളുടെ വീട്ടിലെ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.